ലണ്ടൻ കേബിൾ കാർ അങ്ങോട്ട് പോവാം. ഡോറടച്ച് പോ. ഇത് കഴിക്കട്ടെ, ഇത് ഫിനിഷ്. ഉണ്ട് റെക്കോർഡായില്ലായിരുന്നു. ക്യൂ ഒത്തിരി കുറവില്ലായി. നമ്മള് മാറായിരോ ചാടി ഇറങ്ങായിടൂ. അവിടുന്ന് കയറിക്കോ. അങ്ങനെ കേബിൾ കാറില് ഇനി ഇത് കഴിഞ്ഞാ പിന്നെ നല്ല സ്പീഡിലാ പോവാ. ഓക്കെ, നമ്മൾ കേബിൾ കാളേക്കളെ കയറി പോവാ. നല്ല സ്പീഡിലാ പോന്നെ. കുലുങ്ങുന്നുണ്ടല്ലേ? ആരും എങ്ങനെയുണ്ട്? കൊള്ളാമോ? അപ്പൊ തേംസ് നദിയുടെ തേംസ് നദിയാ തൈംസ് നദിയുടെ മുകളിൽ കൂടിയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട്? നല്ല ഹൈറ്റിലാ കേട്ടോ, നമ്മൾ നല്ല ഹൈറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണേ. താഴെ കുറെ കുഞ്ഞു ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഞാൻ പിന്നെ ഈ കമ്പി കണ്ടോ, ഈ കമ്പി കഴിഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും ഇവിടുന്ന് പുഷ് ചെയ്ത് അങ്ങോട്ട് വിടും. അതുകൊണ്ട് ഈ കമ്പിയിലോട്ട് പിന്നെ കയറുന്നത്. ഇത് പുതിയ വേറെ കേബിളാ, മറ്റേത് വേറെ കേബിളാ. കണ്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നല്ല സ്പീഡിലാണ് പോകണ്ടോ, നല്ല സ്പീഡിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പോവാ. അങ്ങനെ നമ്മള് താഴെ തേംസ് നദി. എന്താ ബിൽഡിങ് ഇവിടെ നല്ല ബ്ലൂ കളറാണ്. അപ്പോൾ ഈ 2 പില്ലറാണ് അപ്പുറം ഇപ്പുറം വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ജെറ്റൊക്കെ പോകുന്നുണ്ടോ? ഇവിടുത്തെ ആകാശത്തിൽ എപ്പോഴും അങ്ങ് ഫ്ലൈറ്റുകളുടെ ബഹളം അല്ലേ? ഫുൾ ടൈം ഫ്ലൈറ്റാണ്, എന്തെങ്കിലും ടൈപ്പിലെ ഫ്ലൈറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എതിലേക്കൂടെ നടന്നു വന്നത് അപ്പുറത്തെ സൈഡിലാണ്. അതുകൊണ്ട് ആ സ്റ്റേഡിയം കണ്ടോ, അവിടെയാണ് സ്റ്റേഷൻ. O2 എന്ന് പറയുന്നത് എന്തോ ഈ ഗെയിമിന്റെ പരിപാടി എന്തോ തോന്നുന്നു. ഗെയിം കളിക്കുന്ന എന്ത് സാധനം. അതുകൊണ്ട് മെട്രോ പോകുന്നുണ്ട് താഴെ കൂടെ. അപ്പൊ നമ്മുടെ ഈ 2 പൈലൂടെ കയറി 2 പില്ലറുടെ കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ സ്ഥലമായി. ലണ്ടന്റെ അപ്പുറത്തെ സൈഡ്, ഇപ്പുറത്തെ സൈഡ്. നീ കാണണമെങ്കിൽ ഇവിടെ ഇരുന്ന് കാണ്. ഇപ്പൊ നമ്മൾ ഇറങ്ങും വെളിയില്.
ആ പിന്നെന്താ കുറുകെ ഇങ്ങനെ പോവാ. ഇതിന് പോകുന്നതിനൊരു കണക്കുണ്ട്. ഏതാ കണ്ട കുഞ്ഞുകുട്ടിക്ക് അച്ഛൻ വീഡിയോ എടുക്കട്ടെ. അല്ല ഈ ലൈൻ കണ്ട, ഈ ലൈനിൽ ഇത്ര എണ്ണ ഒരു സമയത്ത് പാടുള്ളൂ. അവിടെ പുറകോട്ട് നിർത്തും. ഇതിനകത്ത് ഈ കിടന്ന് ചാടാൻ പാടില്ല, ഇരിക്കണമെന്നാണ്, അനങ്ങാതിരിക്കണമെന്നാണ് നിയമം. കിടന്ന് ചാടാൻ പാടില്ല. കാരണം അവർ ക്യാമറയിൽ കൂടെ ഇതെല്ലാം കാണുന്നുണ്ട്. അവർ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ, CCTV ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. നോക്ക് അവിടെ നിന്ന് കേബിൾ വരുന്നുണ്ട്. നമുക്ക് നമ്മൾ അങ്ങനെ ലണ്ടൻ നഗരം മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ഇതിലേക്കൂടെ കയറി വേണമെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇറങ്ങാവുന്ന ടിക്കറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതിന്റെ പകുതിയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ റിട്ടേണാ 30 പൗണ്ടിന്. നമ്മൾ കയറിയെടുത്ത് തന്നെ തിരിച്ചു വന്ന് ഇറങ്ങുന്ന ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അവിടെ ഇറങ്ങാവുന്ന ടിക്കറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫുൾ ടിക്കറ്റ് ആണ്, ഫാമിലി ടിക്കറ്റ് ആണ്. അതുകൊണ്ട് ഇല്ല, നമ്മൾ തിരിച്ച് ഇവിടെ കയറിയെടുത്ത് തന്നെ ഇറങ്ങുന്നേ. നമ്മുടെ കേബിൾ ഇപ്പൊ നമ്മൾ ഇരുന്നപ്പോ കണ്ട അനങ്ങാതെ ഇരിക്കുന്നേ. ആയിരോ എങ്ങനെയുണ്ട്, കൊള്ളാവോ? പേടിയുണ്ടോ? നോക്കാം നമ്മള് കേബിളിന്റെ ഇത് കണ്ടോ, നല്ല വണ്ണമുള്ള കേബിളാ. വാവ്, ഇതേ നമ്മൾ അതിന്റെ അടുത്തെത്തിയത്. വലിയ പില്ലറാണ്, വലിയ സെറ്റപ്പാ. ഇതിലേക്ക് കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി ഈ കമ്പി ഇങ്ങനെ റൗണ്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ കമ്പിയിലാണ് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. കൊള്ളോ, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാണോ? എടുക്കുന്നല്ലേ മിക്കവാറും പേര് ഫോട്ടോ വീഡിയോ നമ്മുടെ IFS ക്ലൗഡ് എന്ന് പറയുന്ന കേബിൾ കാറിലാണ് നമ്മൾ കയറിയിരിക്കുന്നത്. 30 പൗണ്ടാണ് ഫാമിലി ടിക്കറ്റ്. അതായത് 2 അഡൾട്ട്സിനും 3 കിഡ്സിനുമാണ്. പക്ഷെ നമുക്ക് കിഡ്സ് കുറവായതുകൊണ്ട് 30 പൗണ്ട്, കൂടിയാലും കുറഞ്ഞാലും. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ 12 വയസ്സ് വരെ കണ്ട് ചാർജസ് ഉണ്ട്, ഹാഫ് ചാർജ്. അഡൾട്ട്സിന് 12 പൗണ്ട്, മൊത്തം 30 പൗണ്ട്. ഞങ്ങൾ ഫാമിലി ടിക്കറ്റ് എടുത്താലും ഇൻഡിവിജ്വലായിട്ട് എടുത്താലും 30 പൗണ്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ ലാൻഡിങ്ങിനാണ്. അവിടെ ലാൻഡിങ്ങിന് അങ്ങനെ അധികം അവിടെ വേണേൽ നമുക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വേണേൽ അപ്പുറത്ത് പോവാം. പക്ഷെ നമ്മളവിടെ ഇറങ്ങുന്നില്ലല്ലോ. ലാൻഡിങ്ങിന്റെ ഭാഗം അവിടെ അപ്പുറത്തെ സൈഡിൽ ഊരി കൊടുക്കുക. ഇപ്പൊ ഇവിടെ വന്നപ്പോ കണ്ട തേംസ് നദിയുടെ കളർ ബ്ലൂ ആയി. അപ്പുറത്ത് ചെന്നപ്പോ ഒരുമാതിരി ചെളിവെള്ളം പോലെ ആയിരുന്നു അല്ലേ? നല്ല ബ്ലൂ കളർ, കടൽ വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണോ? ഇതാണ് ലാൻഡിങ് ക്ലാം. ലാൻഡിങ് നമ്മൾ ഇറങ്ങുന്നില്ല, ഇവിടുന്ന് കറങ്ങി അങ്ങ് പോവാ. ഇവിടെ ഇറങ്ങുന്ന ആൾക്കാരുണ്ടെന്ന്, പക്ഷേ ഇവിടുന്ന് കയറുന്ന ആൾക്കാരും കാണും ചിലപ്പം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ ടിക്കറ്റ് അവർ കാണിക്കണമെന്ന് പറയുമായിരിക്കും. ടിക്കറ്റ് നമ്മുടെ ഉണ്ട്, എന്തായാലും മാളു ഇത് കാണിക്കണേ ചോദിക്കുവാണെങ്കിൽ. കാണിച്ചാലും മതി, ഇല്ല ഇല്ല ഇല്ല. അതാണ് താഴെ കൂടെ ട്രെയിൻ പോകുന്ന കാണാം. ഇവിടെ ഫുൾ വ്യൂ ആണ്. അപ്പുറത്തെ കൂട്ട് തന്നെ ഇപ്പുറം അല്ലേ? നല്ല കാറ്റാ. അത് വീഡിയോ ക്രിസ്മസ്. നല്ല കാറ്റാ അല്ലേ? നല്ല കാറ്റുണ്ട്. ഓ കാറ്റ് ഇടിക്കുന്നു, കാറ്റ് ഭയങ്കരമായിട്ടുണ്ടേ.
നന്നായിട്ട് ആടുന്നുണ്ട്. നിങ്ങൾ ചെല്ല. നോക്കുന്നുണ്ടോ? അവിടെ ചെന്ന് കഴിയുമ്പോ അതങ്ങ് സ്ലോ ആവും. താഴെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഇത് സ്ലോയില് ഇറങ്ങുന്ന കണ്ടോ, ഗ്രിപ്പൊക്കെ ഉണ്ട് ഇതില്. അങ്ങനെ ചുമ്മാ ചാടി പിടിച്ച് അങ്ങ് പോകാൻ പറ്റത്തില്ല. ഇതൊക്കെയാ നമ്മൾ ഇറങ്ങുന്നത്. അവിടെ കാർ പാർക്കിംഗ് പക്ഷെ ഭയങ്കര പൈസ. ഇന്നലെ നോക്കിയിരുന്നു, O2-ന്റെ പാർക്കിംഗ് അവിടെ ഭയങ്കര പൈസയാ, 50 പൗണ്ടൊക്കെയാ. മറ്റേ ഇപ്പൊ നമ്മൾ ഇട്ടേക്കുന്നത് നല്ലതല്ലേ, 7 പൗണ്ടല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ എടുത്തോളാം. നിങ്ങളങ്ങ് ഇറങ്ങിയാൽ മതി, ഞാൻ എടുത്തോളാം. നമ്മൾ ഇങ്ങോട്ടായിരിക്കും ഇറങ്ങുന്നത്, ഈ സൈഡിലാണ് ഇറങ്ങുന്നേ. അപ്പോൾ അങ്ങനെ ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റ് നിലത്ത് ഇറങ്ങുന്ന പോലെ ആണ്ട. ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യുമല്ലോ. കേസ് കഴിഞ്ഞു. എല്ലാ റെസ്റ്റോറൻറ്റ് ആൾക്കാർ ക്യൂ നിൽക്കുക. എന്താ പറ്റി? ബൈ ഗായ്സ്. എല്ലാ റെസ്റ്റോറൻറ്റുകളാണ്. ഇതിനകത്ത് ക്രിസ്മസ് ട്രീ ആണെന്നേ ഉള്ളൂ, പക്ഷേ ഇതൊന്നും നമ്മൾ കണ്ടില്ല. കണ്ടോ, നല്ല രസമുണ്ട് കാണും. ബ്ലാങ്ക് സ്ട്രീറ്റ് കോഫി. ഷാർജ എയർപോർട്ടിലെ അതേ ഒരു ലുക്കുണ്ട്.
ഒരു രക്ഷയില്ല. ഇത് ആ റോഡ് കണ്ട അങ്ങോട്ട് നോക്കി. നീ യൂട്യൂബിലല്ലേ കണ്ടിട്ടുള്ളൂ, ഇത് നേരിട്ട് കാണാ. ഇത് വേണം തോന്നുന്നു. അവിടെ ഫലാഫില് അത് ഇതൊക്കെ.